ഹായ് ഡിയേഴ്സ്, ഞാൻ ശ്രീകുട്ടി അലക്സ്. ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കറണ്ട് അഫെയറിന്റെ, അതായത് ജനുവരിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള കറണ്ട് അഫെയറുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്ത് ശരിയായ രീതിയിൽ പോവുകയാണെങ്കിൽ എല്ലാവർക്കും ഈ വർഷം തന്നെ PSC നേടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞു കറണ്ട് അഫെയർ 2026 ജനുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ, കറണ്ട് അഫെയർ ആണ് കേട്ടോ. അപ്പൊ ശ്രദ്ധിച്ചേ, ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ്. അപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് തിരുവിഴ ജയശങ്കറിനാണ് കേട്ടോ. ആർക്കാണ്? തിരുവിഴ ജയശങ്കറിനാണ്. അപ്പം നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് 2026 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത്. അപ്പൊ ഇപ്പൊ തന്നെ അത് പഠിച്ചങ്ങ് പോവുക കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, 2025 ഹരിവരാസനം പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്ന് നോക്കാം. 2026 അത് തിരുവിഴ ജയശങ്കർ, നാദസ്വര വിദ്വാനായിട്ടുള്ള തിരുവിഴ ജയശങ്കറിനാണ് ലഭിച്ചതെങ്കിൽ 2025 ആർക്കാണ് ലഭിച്ചത്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിക്കാണ് കേട്ടോ. അപ്പം 2025 ഹരിവരാസന പുരസ്കാര ജേതാവ് ആരാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയാണ് കേട്ടോ. അപ്പൊ നമ്മൾ രണ്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ ഇന്ന് നോക്കി. അടുത്ത ശ്രദ്ധിച്ചേ, തുഞ്ചൻ ഭക്തി പ്രസ്ഥാനത്തിന്റെ പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. ശ്രദ്ധിച്ചേ, എന്താണ്? തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചൻ ഭക്തി പ്രസ്ഥാന പഠന കേന്ദ്രം ഏർപ്പെടുത്തിയ 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MM ഹസനാണ് കേട്ടോ. ആർക്കാണ്? MM ഹസനാണ്. അപ്പം എപ്പോ ചോദിച്ചാലും ഇനി പറയണം, എഴുതാൻ, ഏത് പരീക്ഷയ്ക്ക് ചോദിച്ചാലും എഴുതാനായിട്ട് സാധിക്കണം. 2025 തുഞ്ചത്തെഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? MM ഹസനാണ് കേട്ടോ. അങ്ങനെയെങ്കിൽ 2024 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? 2024 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് പ്രൊഫസർ TP ശങ്കർകുട്ടി നായരാണ് കേട്ടോ. അപ്പം 2025 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് MM ഹസനാണ്. അപ്പോ 2024 തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? പ്രൊഫസർ TP ശങ്കർകുട്ടി നായരാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത നോക്കാം. ശ്രദ്ധിച്ചേ, 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ്? 2025 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ്? KG ശങ്കരപിള്ളയാണ് കേട്ടോ. KG ശങ്കരപിള്ളയാണ്. അങ്ങനെയെങ്കിൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ് എന്നാണ് ചോദ്യം. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് KG ശങ്കരപിള്ളയാണെങ്കിൽ 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് ആരാണ്? NS മാധവനാണ് കേട്ടോ. NS മാധവനാണ്. അപ്പോ ഇത് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. ഈ എഴുത്തച്ഛൻ പുരസ്കാരം, അതുപോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ ശ്രേഷ്ഠ പുരസ്കാരം, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പം 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് KG ശങ്കരപിള്ള, 2024 എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ ജേതാവ് NS മാധവൻ. ഇനി നോക്കിയേ, അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ് കേട്ടോ. ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ്. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള
സംരക്ഷിത വനമേഖലയായ ആറളം വന്യജീവി സങ്കേതം ഇനി മുതൽ അറിയപ്പെടുന്നത് ആറളം ചിത്രശലഭ സങ്കേതം എന്നാണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണേ. ഇനി നോക്കിയേ, അടുത്ത ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് പിന്മാറിയ രാജ്യം ഏതാണ് എന്നാണ് ചോദ്യം കേട്ടോ. എന്താണ്? ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഏതാണ്? അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണ്. എന്താണ്? ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ 31 ഏജൻസികൾ ഉൾപ്പെടെ 66 അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നും പിന്മാറിയ രാജ്യം അമേരിക്കയാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. IPL പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റ് സംരക്ഷണം വിലക്കിയ രാജ്യം എന്താണ്? IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റ് സംരക്ഷണം വിലക്കിയ രാജ്യം ഏതാണ്? ഇത് ബംഗ്ലാദേശാണ് കേട്ടോ. ബംഗ്ലാദേശാണ്. എന്ത്? IPL ഇന്ത്യൻ പ്രീമിയർ ലീഗ് 2020 ടൂർണമെന്റിന്റെ സംരക്ഷണം വിലക്കിയ രാജ്യമാണ് ബംഗ്ലാദേശ് കേട്ടോ. ബംഗ്ലാദേശ്. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപാണ് കേട്ടോ. സമുദ്രപ്രതാപാണ്. തീരദേശ സംരക്ഷണ സേന തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത മലിനീകരണ നിയന്ത്രണ കപ്പൽ ഏതാണ്? സമുദ്രപ്രതാപാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത ശ്രദ്ധിച്ചേ. ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ എന്നുള്ളതാണ് ചോദ്യം. എന്താണ്? ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ് കേട്ടോ. നമോ ഗ്രീൻ ട്രെയിൻ ആണ്. അപ്പൊ എന്താണ്? ഇന്ത്യയിലെ ആദ്യ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ് കേട്ടോ. അപ്പം അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണേ. ഇനി നോക്കിയേ, നമോ ഗ്രീൻ ട്രെയിൻ ആദ്യ പരീക്ഷണ ഓട്ടം നടത്തുന്നത് എന്നായിരുന്നു? 2026 ജനുവരി 26 കേട്ടോ. നമോ ഗ്രീൻ ട്രെയിൻ ആദ്യ പരീക്ഷണ ഓട്ടം നടത്തിയത് എന്നാണ്? 2026 ജനുവരി 26. ഓർത്തിരിക്കാൻ എളുപ്പമല്ലേ? 2026 ജനുവരി 26 അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ഫ്യൂവൽ ട്രെയിൻ ഏതാണ്? നമോ ഗ്രീൻ ട്രെയിൻ ആണ്. നമോ ഗ്രീൻ ട്രെയിൻ ആദ്യമായിട്ട് പരീക്ഷണ ഓട്ടം നടത്തുന്നത് എന്നാണ്? 2026 ജനുവരി 26 അല്ലേ? ഓക്കെ, ഇനി അടുത്ത് നോക്കാം. 38ാം കേരള സയൻസ് കോൺഗ്രസ് വേദി ഏതാണ്? എറണാകുളമാണ് കേട്ടോ. 38ാം കേരള സയൻസ് കോൺഗ്രസ് വേദി എറണാകുളമാണ്. ഇനി നോക്കിയേ, സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായി പെൻഷൻ ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. തമിഴ്നാടാണ് കേട്ടോ. എന്താണ്? തമിഴ്നാടാണ് കേട്ടോ. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ അവസാന മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുല്യമായി പെൻഷൻ ലഭിക്കുന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. ഇനി നോക്കിയേ, അടുത്ത നോക്കിയേ. നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി ആരാ? എല്ലാവർക്കും അറിയാം അല്ലേ? MK സ്റ്റാലിൻ ആണല്ലേ. നിലവിലെ തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? MK സ്റ്റാലിൻ. ഇനി നോക്കിയേ, അടുത്ത ചോദ്യം നോക്കിയേ. 2026 പ്രായപൂർത്തിയാകാനുള്ള പ്രായം 21 വയസ്സിൽ നിന്ന് 18 കുറച്ച രാജ്യം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഏതാണ്? UAE ആണ് കേട്ടോ. എന്താണ്? 2026 പ്രായപൂർത്തിയാകാനുള്ള പ്രായം 21 നിന്ന് 18 കുറച്ച രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? UAE ആണ് കേട്ടോ. അപ്പൊ നോക്കിയേ, അടുത്ത നോക്കിയേ. ചൈനയെ മറികടന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത് ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. ചൈനയെ മറികടന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉത്പാദിപ്പിക്കുന്ന രാജ്യമായി മാറിയത് ഇന്ത്യയാണ് കേട്ടോ. ഇനി നോക്കിയേ, 2026 പുതുവർഷം മുതൽ യൂറോ ഔദ്യോഗിക കറൻസിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ച 21ാമത്തെ രാജ്യം
21ാമത്തെ രാജ്യം ഏതാണ്? ബൾഗേറിയ ആണ് കേട്ടോ. 2026 പുതുവർഷം മുതൽ യൂറോ ഔദ്യോഗിക കറൻസിയായി ഉപയോഗിക്കാൻ തീരുമാനിച്ച 21ാമത്തെ രാജ്യമാണ് ബൾഗേറിയ കേട്ടോ. അപ്പം നോക്കിയേ, അടുത്ത നോക്കിയേ. 2026 മുതൽ രജിസ്ട്രേഷൻ ദിനമായി ആചരിക്കുന്നത് എന്താണ്? ജനുവരി 4 കേട്ടോ. 2026 മുതൽ രജിസ്ട്രേഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് ജനുവരി 24 കേട്ടോ. ഇനി നോക്കിയേ, എന്താണ് ചീന കൊട്ടാരം? ചീന കൊട്ടാരത്തിന്റെ പ്രത്യേകത നോക്കാം. റെയിൽവേ മ്യൂസിയം ആക്കാൻ തീരുമാനിച്ച ശ്രീമൂലം തിരുനാളിന്റെ കൊല്ലത്തെ വിശ്രമ കേന്ദ്രം ഏതാണ്? ചീന കൊട്ടാരമാണ് കേട്ടോ. റെയിൽവേ മ്യൂസിയം ആക്കാൻ തീരുമാനിച്ച ശ്രീമൂലം തിരുനാളിന്റെ കൊല്ലത്തെ വിശ്രമ കേന്ദ്രമാണ് ഏത്? ചീന കൊട്ടാരം എന്ന് പറയുന്നത് കേട്ടോ. US-ലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത് മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ്? അത് സൊഹ്റാൻ മംദാനിയാണ് കേട്ടോ. ആരാണ്? സൊഹ്റാൻ മംദാനിയാണ്. US-ലെ ഏറ്റവും വലിയ നഗരമായിട്ടുള്ള ന്യൂയോർക്ക് സിറ്റിയുടെ 112ാമത് മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജൻ ആരാണ് എന്നുള്ളതാണ്. ആരാണ്? സൊഹ്റാൻ മംദാനിയാണ് കേട്ടോ. ആരാണ്? സൊഹ്റാൻ മംദാനിയാണ് കേട്ടോ. 112ാമത് മേയറായി ചുമതലയേറ്റ ഇന്ത്യൻ വംശജനാണ് ആര്? സൊഹ്റാൻ മംദാനി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി നോക്കിയേ, അടുത്ത നോക്കാം. ഇസ്രയേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രയേൽ സമാധാന സമ്മാനം ലഭിച്ച US പ്രസിഡന്റ് ആരാണ്? അത് ഡൊണാൾഡ് ട്രംപ് ആണ് കേട്ടോ. ഇസ്രയേലിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഇസ്രായേൽ സമാധാന സമ്മാനം ലഭിച്ചത് ആർക്കാണ്? അത് US പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിനാണ് കേട്ടോ. ഇനി നോക്കിയേ, 2025 ഏത് രാജ്യത്തെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയത് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ. 2025 ഏത് രാജ്യത്തെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയത്? ജപ്പാനാണ് കേട്ടോ. ജപ്പാനെ മറികടന്നാണ്. 2025 ജപ്പാനെ മറികടന്നാണ് ഇന്ത്യ ലോകത്തിലെ തന്നെ 4ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറിയത് കേട്ടോ. ഇനി നോക്കിയേ, മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ പ്രശസ്ത എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ് ആണ് കേട്ടോ. അരുന്ധതി റോയ് ആണ്. മലയാറ്റൂർ ഫൗണ്ടേഷന്റെ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ പ്രശസ്ത എഴുത്തുകാരി ആരാണ്? അരുന്ധതി റോയ് ആണ് കേട്ടോ. ഇനി ശ്രദ്ധിച്ചേ, 2026 ജനുവരിയിൽ പൊതു അവബോധം വർദ്ധിപ്പിക്കാനും പദാവലി മെച്ചപ്പെടുത്താനും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനും ആയിട്ട് സർക്കാർ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ കേട്ടോ. രാജസ്ഥാൻ എന്താണ്? 2026 ജനുവരിയിൽ പൊതു അവബോധം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പദാവലി മെച്ചപ്പെടുത്തുന്നതിനും വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി സർക്കാർ സ്കൂളിൽ പത്രവായന നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ കേട്ടോ. ഇനി അടുത്തതിലേക്ക് പോകാം. ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്തിയത് BYD ആണ് കേട്ടോ. ഇലക്ട്രിക് വാഹന വിൽപ്പനയിൽ ആദ്യമായി ടെസ്ലയെ മറികടന്ന് 1ാം സ്ഥാനത്ത് എത്തിയത് BYD ആണ് കേട്ടോ. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയി നിയമിതനായത് ആരാണ്? മോഹൻലാൽ ആണ് കേട്ടോ. ശ്രീ മോഹൻലാൽ ആണ്. KSRTCയുടെ ഗുഡ്വിൽ അംബാസിഡർ ആയി നിയമിതനാകുന്നത് ആരാണ്? മോഹൻലാൽ ആണ്. 2026 ജനുവരിയിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. എന്ത്? 2025 ജനുവരിയിൽ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ട ചോദ്യം എല്ലാവർക്കും അറിയാവുന്നതുമാണ്.
2026 ജനുവരി 7 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ആണ് കേട്ടോ. ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ ആണ് 2026 ജനുവരി 7 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ മാധവ് ഗാഡ്ഗിൽ കേട്ടോ. ഇനി നോക്കിക്കേ, 2026 ജനുവരിയിൽ ലോക് ഭവനിൽ അനാച്ഛാദനം ചെയ്തത് ആരുടെ ചിത്രമാണ്? ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിത്രമാണ് കേട്ടോ. ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിത്രമാണ്. 2026 ജനുവരിയിൽ ലോക് ഭവനിൽ അനാച്ഛാദനം ചെയ്തത് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ചിത്രമാണ് കേട്ടോ. അപ്പം 2026 ജനുവരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. കറണ്ട് അഫെയറുമായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ തന്നെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് PSC നേടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പം ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരാം. ഇത്തരം ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക, ടെലഗ്രാം പേജിൽ ജോയിൻ ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ജോയിൻ ചെയ്യുക. ചലഞ്ചർ ആപ്പിന്റെ കോഴ്സുകൾ കൃത്യമായിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ക്ലാസ്സുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.